പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ലീനിയർ പെയർ എന്താണെന്നും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്നും നോക്കാം. ഒരു ലൈനില് ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ ചിലപ്പോൾ ലൈൻ എന്നും പറയാറുണ്ട്. ഈ ലൈനിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇപ്പൊ ഇവിടെ എത്ര ആംഗിൾസ് കാണാനുണ്ട്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ എപ്പോഴും 180 കിട്ടണം എന്നുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ. ഇപ്പൊ ഈ വലിയ ആംഗിൾ ഞാൻ 110 എന്ന് എഴുതിയാൽ ഇപ്പുറത്തിരിക്കുന്നയാൾ 70 ആയിരിക്കും. കാരണം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഇനി 70 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു 50 ഇട്ടെന്ന് വിചാരിച്ചു. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 130 ഡിഗ്രി ആയിരിക്കണം. അതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. കാരണം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. ഇനി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് നോക്കിയാൽ രണ്ട് ലൈൻസ് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈ ആംഗിളും ഈ ആംഗിളും ഇവരെ പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവരെപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ ആംഗിൾ ഞാൻ 100 ഡിഗ്രി എന്ന് എഴുതിയാൽ ഇപ്പുറത്തുള്ളതും 100 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു പെയർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് നോക്കിയേ, ഇത് 100 ആണെങ്കിൽ ഇവര് ഒരേ ലൈനിന്റെ പുറത്തല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ലൈൻ കാണുന്നില്ലേ? ഈ ലൈനിന്റെ മുകളിലാണ് ഈ 100ഉം പിന്നെ തൊട്ടിപ്പുറത്തുള്ള ആംഗിളും അല്ലേ? അപ്പൊ ഇപ്പുറത്തുള്ള ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കണം. ആണല്ലോ. 100 + 80 ആണ് 180 ആവുള്ളൂ. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. കാരണം അവർ ലൈനിന്റെ മുകളിലായിരിക്കുന്നത്. ഇനി ഈ 80 തന്നെ ആയിരിക്കും ഇപ്പുറത്തോട്ടും വന്നത്. അവരെ പറയുന്നതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഇവർ ഈക്വൽ ആയിരിക്കും. ഒരേ ലൈനിലായിരിക്കണം. ഒരേ ലൈനിൽ നിന്ന് വന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി ഇതോ ഇവര് 100 ആണ്. ഇത് 100 ആവുമ്പോൾ ഇത് 80 ആയതിന്റെ റീസൺ ലീനിയർ പെയർ ആണ്. ഇനി നമുക്ക് പാരലൽ ലൈൻസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. അപ്പൊ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് പോലെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാത്ത, ഇങ്ങനെ മൂവ് ചെയ്താൽ ഇവര് ടച്ചിങ് ലൈൻസ് അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അങ്ങനെയല്ല. പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരാള് മറ്റൊരാളുടെ പാരലൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്താൽ അവര് ക്രോസ് ചെയ്ത് പോകത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പൊ പാരലൽ ലൈൻസിന് നമ്മൾ സിംബോളിക് ആയിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പൊ ഞാൻ 2 ആരോ മാർക്ക് ഇട്ടാൽ ഇവിടെയും 2 ആരോ മാർക്ക് ഇടും. അപ്പൊ അതിന്റെ മീനിങ് ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്നാണ്. ഇനി ഈ പാരലൽ ലൈൻസിനെ ഞാൻ കട്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ അതിന് പറയും ട്രാൻസ്വേഴ്സൽ എന്നാണ് മാത്സിൽ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു ലൈൻ. അപ്പൊ നമുക്ക് ഇവിടെ പല പല രീതിയിൽ ഇവിടെ തന്നെ 4 ആംഗിൾസ് കാണാനുണ്ട്, ഇവിടെയും 4 ആംഗിൾസ് കാണാനുണ്ട്. ഇതിൽ ചെറിയ ആംഗിൾസ് ഉണ്ട്, വലിയ ആംഗിൾസ് ഉണ്ട് അല്ലേ? ഇത് ചെറിയ ആംഗിൾ അല്ലേ, കുഞ്ഞ് ആംഗിൾ ആണ്. പക്ഷെ തൊട്ടിപ്പുറത്തുള്ളതോ വലിയ ആംഗിൾ ആണ്. അപ്പൊ അത് പഠിക്കാനുള്ള എളുപ്പത്തിന് പറയുന്നത് സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ. ഈ ആംഗിൾ ചെറുതാണ്, ഈ ആംഗിളും ചെറുതാണ്, ഇവർ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞ് ആംഗിൾ, ഇവർ രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ഇവർ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞ് ആംഗിൾ, ഇവരെല്ലാം ഈക്വൽ ആയിരിക്കും. അതാണ്. അപ്പൊ പഠിക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ് എന്ത്? സ്മോൾ ആംഗിൾസ് ആർ, ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട് സ്മോൾ ആംഗിൾസ് ആർ ഓഫ് ദ സെയിം മെഷർ. ഇനി ബിഗർ ആംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇത് വലുതാണ്, ഇത് വലിയ ആംഗിൾ ആണ്. ഇവിടെ എല്ലാം വലിയ ആംഗിൾസ് ഇല്ലേ? ഈ വലിയ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇനി സ്മോൾ ആംഗിൾ പ്ലസ് ബിഗ് ആംഗിൾ ചെയ്യുമ്പോൾ 180 കിട്ടണം. കാരണം ഒരേ ലൈനിന്റെ പുറത്താണ് ഇവരിയ്ക്കുന്നത് അല്ലെ? അപ്പൊ ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്താൽ 180. ഇങ്ങനെ കണ്ടാൽ ഒരു പ്രൊട്രാക്ടർ ഇരിക്കുന്ന പോലെ ഇല്ലേ? പ്രൊട്രാക്ടർ എടുത്ത് നോക്കിക്കുക, അതിലെ മാക്സിമം ആംഗിൾ 180 ആ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആംഗിൾസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും 180 കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ആംഗിൾസ്. ഒരു ഫിഗർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 45 ഡിഗ്രി കാണാനുണ്ട്, വേറെ ഒന്നും കാണാനില്ല അല്ലെ? അപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ മുകളിലും താഴെ ഈ ലൈനും പാരലൽ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ? കാണുന്നുണ്ടോ? ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇങ്ങനെ, ഈ ലൈനും പാരലൽ ആണ്. ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്വേഴ്സൽ. ഇവിടെ കുറച്ച് ചെറിയ ആംഗിൾസും വലിയ ആംഗിൾസും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ചെറിയ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 45. അപ്പൊ ഈ എല്ലാ ചെറിയ ആംഗിൾസും 45 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓൾ ദ സ്മോളർ ആംഗിൾസ് ആർ 45 ഡിഗ്രീസ്. ഇവിടെ ഉണ്ട് 45 ഡിഗ്രീസ്. ഇനിയോ ബിഗർ ആംഗിളും സ്മോളർ ആംഗിളും തമ്മിലുള്ള കണക്ഷൻ എന്തായിരുന്നു? അവര് ലീനിയർ പെയർ ആണ്. അപ്പം 180 മൈനസ് ചെയ്താൽ മതി അല്ലേ? 180 മൈനസ് 45. 180 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 140. അതിൽ നിന്ന് പിന്നെ ഒരു 5 കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 135. അപ്പൊ ഇവിടെ 135 ഡിഗ്രിയാണ്. ഈ വലിയ എല്ലാ ആംഗിൾസും 135 ഡിഗ്രീസ് ആയിരിക്കും.
ഇനി ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു ലൈനും പാരലൽ ആണ് അല്ലെ, പാരലൽ ആയിട്ട് പോലെയാണ് വരച്ചിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ട്രാൻസ്വേഴ്സൽ ആണ്. അപ്പൊ ഇതിനകത്തെ സ്മോളർ ആംഗിൾസ് ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്. ഇവിടത്തെ സ്മോളർ ആംഗിൾ ഇവിടെ ഉണ്ട്, ഇതും ഒരു കുഞ്ഞ് ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ ഇതും 40 ഡിഗ്രി തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ആംഗിളും കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് ആംഗിൾ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞ പാരലൽ ലൈൻസ് ഉണ്ട് രണ്ടെണ്ണം. അപ്പൊ പാരലൽ ലൈൻസിന് ട്രാൻസ്വേഴ്സലും ഉണ്ട്. ഓക്കെ, അതെ, ഇവിടെ ഈ ഒരു ലൈനും പാരലൽ ആണ് അല്ലെ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടത്തെ ആംഗിളും കൂടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പോർഷനിൽ കൂടെ പാരലൽ ലൈൻ ഒന്നും ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലെ കൂടെ ഒരു പാരലൽ ലൈൻ ഇങ്ങനെ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഒരു ചെറിയതായിട്ട് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഒരു ലൈൻ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് സ്മോളർ ആംഗിൾസും ഒക്കെ ഉണ്ട്. ഇവിടെ ആക്ച്വലി ബിഗർ ആംഗിൾസ് ഒന്നും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഈ സ്മോളർ ആംഗിൾസ് ഇത് 30 ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 30 ആയിരിക്കും അല്ലെ. ഇനി ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത് ദിസ് ഇസ് ഓൾസോ സെയിം ആസ് 30. ഇവരും 30 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ഉണ്ട്, ഇവിടെയും 30 ഉണ്ട്. ദിസ് ആംഗിൾ ഈസ് സെയിം ആസ് ദിസ്, ഇവിടെയും 30 ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ നടുക്ക് വന്ന ആംഗിൾ എത്രയാ? 30 + 30, ഇവിടെ 60 ഡിഗ്രി ആണ് ഉള്ളത്. പാരലലോഗ്രാം എന്താണെന്ന് പഠിക്കാം. പാരലലോഗ്രാം ആ വാക്കിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള പോളിഗൺ എന്ന് പറയുന്നതാണ്. ഓക്കെ, അതെ, ഇതാണ് പാരലോഗ്രാമിന്റെ റഫ് ഫിഗർ. ഇതിനകത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിനകത്തെ ഈ ലൈന് കണ്ടോ, ഈ ലൈനും പാരലൽ ആയിരിക്കും. പാരലൽ എന്ന് പറഞ്ഞാല് ഇത് എന്തോരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്താലും ഇവരൊരിക്കലും മീറ്റ് ചെയ്യത്തില്ല. ഈ ബോട്ടം സൈഡും ടോപ്പ് സൈഡും ഇവർ പാരലൽ ആയിരിക്കും. അതുപോലെ ഈ സൈഡിലുള്ള ആൾക്കാരില്ലേ, ഈ സൈഡും ഇപ്പൊ ബ്ലൂ കളറിൽ വരയ്ക്കുന്ന ഈ സൈഡും പാരലൽ ആയിരിക്കും. ഇങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് പാരലലോഗ്രാം. അപ്പൊ പാരലൽ എന്നുള്ളതിന് നമ്മൾ മാത്സിൽ ചെയ്യുന്നത് ആരോ മാർക്ക് ഇട്ടാണ് കാണിക്കുക. ഒരു ആരോ മാർക്ക് ഇവിടെയും ഒരു ആരോ മാർക്ക് ഇവിടെയും ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. അതുപോലെ ഇവിടെ ഞാനിപ്പോ 2 ആരോ മാർക്ക് ഇട്ടു, ഇവിടെ ഞാൻ 2 ആരോ മാർക്ക് ഇട്ടാൽ അതിന്റെ അർത്ഥം ഈ രണ്ട് ബ്ലൂ കളേർഡ് ലൈൻസും പാരലൽ ആണെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള 4 സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ പോളിഗൺ എന്ന് പറയും. ഇവരെ പറയുന്ന പേരാണ് പാരലലോഗ്രാം. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ഞാൻ 50 ഡിഗ്രി ആണ് പറയുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും 50 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത് പാരലലോഗ്രാമിന്റെ എല്ലാം ഒരു പ്രത്യേകതയാണ്. ഇനി വേറൊരു പ്രത്യേകത, അഡ്ജസന്റ് ആംഗിൾസ് ആർ ആഡ് അപ് ടു 180 ഡിഗ്രി, സപ്ലിമെന്ററി എന്നും പറയും. ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നവരെ സപ്ലിമെന്ററി ആംഗിൾസ് ആണ് പറയാറ്. ഓക്കെ, ഈ 50 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് 130 ഡിഗ്രി ആയിരിക്കും. കാരണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. അതാണ് രണ്ട് പ്രോപ്പർട്ടീസ്. ഒന്ന്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അടുത്തടുത്തുള്ള ആംഗിൾസിനെ ആഡ് ചെയ്താൽ 180 കിട്ടണം. അത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു പാരലോഗ്രാമിൽ ഇവിടെ 50, ഇവിടെ 130. ഫൈൻഡ് ഓൾ ദി ആംഗിൾസ് ഇൻ ദിസ് പാരലോഗ്രാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട്, ഇവിടെ ഒരു 55 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും 55 ഡിഗ്രി ആയിരിക്കും. ഇനി അഡ്ജസന്റ് ആംഗിൾ കിട്ടണമെങ്കിൽ 180 മൈനസ് 55 ചെയ്താൽ മതി. 180 മൈനസ് 50 ചെയ്താൽ 130 അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഒരു 5 കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 125 അല്ലേ. പിന്നെ ഇത് സബ്ട്രാക്ഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ശരിയായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് 5 + 5 10 മുകളിലോട്ട് ആഡ് ചെയ്ത് നോക്കും. അതറിയാമോ? 5 + 5 10, ബാക്കി 1 ഉണ്ട്, 1 + 2 3, 3 + 5 8. കണ്ടോ, ഈ താഴേന്ന് മുകളിലോട്ട് അഡീഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 125. അപ്പൊ ഈ ആംഗിൾ 125, ഇവിടെയുള്ള ഈ ഓപ്പോസിറ്റ് ആംഗിളും 125. അപ്പൊ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അടുത്തടുത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിൽ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ പാരലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഇതുപോലെ ഈ സൈഡ്സ് എല്ലാം വരുന്ന ഒരു പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആൻഡ് കാൽക്കുലേറ്റ് ദി അതർ 3 ആംഗിൾസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് 60 ആണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ആൻഡ് ഇവിടെ 60 ആണെങ്കിൽ 180 മൈനസ് 60, ഇവിടെ 120 ഉണ്ടായിരിക്കും. ഇതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും ഉള്ളത് അല്ലെ. കാൽക്കുലേഷൻ ഓഫ് ദി ആംഗിൾസ് ഈസിയാണ്. ഇനി നമുക്കത് വരയ്ക്കാം. അപ്പൊ ഇതിൽ ബേസ് ലൈൻ ആയിട്ട് നമുക്കൊരു 5 സെന്റിമീറ്റർ വേണം അല്ലെ. നമുക്ക് ആ 5 സെന്റിമീറ്റർ എടുത്ത് ആദ്യം വരയ്ക്കാം. അപ്പോ
ലൈൻ സെഗ്മെന്റ് എടുത്തു. ഇതിലെ ഓരോ യൂണിറ്റും 1 സെന്റിമീറ്റർ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എളുപ്പം വരയ്ക്കാൻ. ഇത് കണ്ടോ, ഓരോ യൂണിറ്റും 1 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ബോർഡേലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം ഞാൻ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കണ്ടല്ലോ, നമുക്ക് ആ മെഷേഴ്സ് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം വേണ്ടത് 5 സെന്റിമീറ്റർ ബേസിൽ 1 2 3 4 5 സെന്റിമീറ്റർ ഉള്ള ഒരു ബേസ് വരച്ചു. ഇനി എന്താ വേണ്ടേ? ഇനി വേണ്ടത് ഒരു 60 ഡിഗ്രി അറ്റത്ത് വേണം അല്ലേ? അപ്പൊ 60 ഡിഗ്രി എടുക്കാം. അതിന് പ്രൊട്രാക്ടർ എടുക്കണം. പ്രൊട്രാക്ടർ എടുത്തു. നമുക്ക് 50 ഡിഗ്രിയാ വേണ്ടത്. അപ്പൊ സെന്റർ പോയിന്റ് കറക്റ്റ് ആയിട്ട് വെച്ചു. ലൈൻ കറക്റ്റ് ആയിട്ട് അതേ ഇരിക്കുന്ന പോലെ വെച്ചു. എന്നിട്ട് നമുക്ക് വേണ്ടത് 50 ഡിഗ്രി അല്ലേ? ഒന്നും കൂടി സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കണേ. 60 ഡിഗ്രിയാ വേണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി ആ ലൈൻ നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കണം. 60 ഡിഗ്രി വരച്ചു. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പൊ നമ്മൾ വരച്ച 60 ഡിഗ്രി ഇല്ലേ, ആ ഒരു ലൈനിലോട്ട് ഒരു 3 സെന്റിമീറ്റർ എടുക്കാനുണ്ട്. അപ്പൊ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ കോമ്പസ് വെച്ചോ നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ എളുപ്പത്തിന് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തു. ഇനി കോമ്പസ് വെച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ? എന്നാൽ നമുക്ക് കോമ്പസ് എടുത്ത് വരച്ച് നോക്കിയാലോ. കോമ്പസ് എടുത്തു. എന്നിട്ടോ എനിക്ക് 3 സെന്റിമീറ്റർ അല്ലേ വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ 3 സെന്റിമീറ്റർ എന്തിലെടുത്തു? സ്കെയിലിലെടുത്തു. സ്കെയിലിലെടുത്തിട്ട് വരയ്ക്കുവാണ്. കണ്ടോ, ഇപ്പൊ വരച്ചപ്പോ കിട്ടിയ ഈ ഒരു ലൈൻ, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് ആണ് ആ 3 സെന്റിമീറ്റർ. ഇനി എന്ത് വേണം? ഈ പോയിന്റിൽ കൂടെ ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ എനിക്ക് ഇവിടെ സെറ്റ് സ്ക്വയർ എടുത്ത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാരലൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, അത് എടുക്കുവാണ്. അപ്പൊ നമുക്ക് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ പോയിന്റിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ലൈൻ വേണം. കേട്ടോ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ വെച്ച് സ്കെയിലും യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഈ ലൈനില്ലേ, ഈ ലൈനിന് പാരലൽ ആയിട്ട് ദേ ഈ സൈഡിൽ കൂടെ ഈ പോയിന്റിൽ കൂടെ ദേ ഈ അറ്റത്ത് കൂടെ പോകുന്ന പോലെ ഒരു ലൈൻ വേണം. ഓക്കെ, കറക്റ്റ്. അപ്പം ഇപ്പൊ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാരലോഗ്രാം സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെന്റ് എഴുതാൻ മറക്കരുത്. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 60 ഡിഗ്രി ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത മെഷർമെന്റ്. അത് എഴുതാൻ മറക്കരുത്. The top and bottom blue lines in the figure are parallel. ഇവിടെ മുകളിലും താഴെയും ബ്ലൂ കളറിൽ തന്നിരിക്കുന്നവർ പാരലൽ ആണ് അത്രേ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻസ്. ഈ ഗ്രീൻ ലൈൻസിന്റെ ഇടയിലുള്ള ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇതിനകത്ത് നമുക്ക് ഒരു പാരലൽ ലൈൻ കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആ ഫിഗർ ഒന്നുകൂടി ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു നടുക്കത്തെ അല്ലെ ഇവിടത്തെ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പാരലൽ ലൈൻ മുകളിലും താഴെയും മാത്രമായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് റിക്വയർഡ് ആ പോയിന്റിൽ കൂടെയും കൂടി ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ആംഗിൾ ഇത് ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 40 ഡിഗ്രി. അപ്പൊ ഇതേ ആംഗിൾ ആയിരിക്കും ഇങ്ങോട്ടും വന്നത്. കാരണം ഈ ലൈനും ഇപ്പൊ പാരലൽ ആണ്. അപ്പൊ ഇത് രണ്ടും കണ്ടോ, സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ 40 ഡിഗ്രി വന്നു. ആൻഡ് ഇവിടെ 50 ഇല്ലേ, ഈ 50 ഇങ്ങോട്ടും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയും 50 വന്നു. ഓക്കെ, ഇപ്പൊ റിക്വയർഡ് ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഇതാണ് നമ്മുടെ റിക്വയർഡ് ആംഗിൾ. അവിടെ ഇപ്പൊ 40 ഡിഗ്രിയും ഉണ്ട് 50 ഡിഗ്രിയും ഉണ്ട്. രണ്ടും കൂടി ഒന്നിച്ചെടുത്താൽ എത്രയാണോ അതാണ് റിക്വയർഡ് ആംഗിൾ. അപ്പൊ 40 + 50 ദാറ്റ് ഈസ് 90 ഡിഗ്രി ആയിരിക്കും ആ റിക്വയർഡ് ആംഗിൾ. അടുത്ത ഫിഗർ ഇങ്ങനെയാ തന്നിരിക്കുന്നത്. ഇൻ ദിസ് ഫിഗർ ദ പെയർ ഓഫ് ലൈൻ സ്ലാൻഡഡ് ടു ദ ലെഫ്റ്റ്. സ്ലാൻഡഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞു കിടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ഈ ഫിഗറിൽ ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞു കിടക്കുന്നത് എന്ന് പറയാൻ ഈ ലൈനാണ് ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞത്. ഈ ലൈനും ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്? പാരലൽ ആണെന്നാ പറഞ്ഞത്. ആൻഡ് ഓൾസോ ദ പെയർ ഓഫ് ലൈൻസ് സ്ലാൻഡഡ് ടു ദ റൈറ്റ്. അപ്പൊ റൈറ്റിലോട്ട് ചെരിഞ്ഞു കിടക്കുന്നവരും പാരലൽ ലൈൻസ് ആണ്. ഇതാണ് റൈറ്റിലോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ലൈന്. ഇവിടെ അതിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഉണ്ട്. എന്നിട്ട് നമ്മളോട് ഡ്രോ ദിസ് ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു 40 ഡിഗ്രി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ ഒരു 2 സെന്റിമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു പാരലോഗ്രാം ആണ് ഉള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ പാരലോഗ്രാം ഹിയർ. പക്ഷെ ഇതിനകത്ത് ആ ബ്ലൂ കളർ അടിച്ചിരിക്കുന്ന ലൈൻസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടില്ല. ആ ബ്ലൂ കളർ ലൈന് നമുക്ക് പിന്നെ മായ്ച്ചു കളഞ്ഞാലും മതി. മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞത് ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട് ഈ ഉള്ളില്. ഈ പാരലോഗ്രാം ഇപ്പൊ വരയ്ക്കേണ്ടത്. ഈ പാരലോഗ്രാം വരയ്ക്കാൻ നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെയാണ് 40 ഡിഗ്രി അല്ലേ. ഈ ഫിഗറിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നില്ലേ? ഈ ട്രയാങ്കിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്
ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് അല്ലെ, ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ബേസ് 2 സെന്റിമീറ്ററും ഉണ്ട്. ഇവിടെ ഒരു 40 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോ 40 ഡിഗ്രി കിടക്കുന്നത് ഒരു ട്രാൻസ്വേഴ്സലിന്റെ അടുത്ത്, അതായത് കണ്ടോ, ഇത് ലൈൻ പാരലൽ ടു ദീസ് ടു ലൈൻസ് ആർ പാരലൽ ആൻഡ് ഇവിടെ ഒരു ട്രാൻസ്വേഴ്സൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ 40 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെയും 40 ഡിഗ്രി ആയിരിക്കും. കാരണം സ്മോളർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്മോളർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെയും ഉണ്ട് ഒരു ചെറിയ ആംഗിൾ, അതും 40 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ അകത്തോട്ടാണ്. ഈ ട്രയാങ്കിൾ കണ്ടില്ലേ, ഇതിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഇരിപ്പുണ്ട്. ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 40 ഡിഗ്രിയാണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോ അവരുടെ ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ബേസ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ 40 ഡിഗ്രി ഉണ്ട്. ഇവിടെ 40 ഡിഗ്രി ഉണ്ടെങ്കിൽ ആംഗിൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 അല്ലെ, ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്താൽ 180. 180 ഇപ്പൊ ഒരു 40 ഓൾറെഡി അതിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പൊ 40 സബ്ട്രാക്ട് ചെയ്താൽ 140. ആ 140 ഈ രണ്ട് ആംഗിൾസിലോട്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ രണ്ട് ആംഗിളിനും കൂടി 140 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ 70 ഡിഗ്രി ആണ് ഓരോ ആംഗിളും ഇവിടെ എന്ന് മനസ്സിലാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കണം. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ബേസിൽ 2 സെന്റിമീറ്റർ, ഇവിടെ 70 ഡിഗ്രി, ഇവിടെയും 70 ഡിഗ്രി. എന്നിട്ടോ ഒരു 40 ഡിഗ്രി ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. സോ ദിസ് വിൽ ബി പാരലൽ ആയിട്ട് വന്നോളും. ഇവിടെ ഒരു 40 ഡിഗ്രി ഉണ്ട് ആൻഡ് ഇപ്പുറത്തോട്ട് റൈറ്റ് സൈഡിലോട്ടും ഇതുപോലെ തന്നെ പാരലൽ ആയിട്ട് വരയ്ക്കണം. പാരലൽ ടു ദിസ് സൈഡ് ആക്ച്വലി. സോ ഇവിടെ വരാൻ പോകുന്നത് 40 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാമേ. അപ്പൊ ആദ്യം നമുക്ക് ബേസിൽ ഒരു 2 സെന്റിമീറ്റർ ലൈൻ വേണം അല്ലെ. ഇപ്പൊ റൂളർ എടുത്തു, 2 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി ആ 2 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. ഒരു 70 ഡിഗ്രി, ഇപ്പുറത്തും ഒരു 70 ഡിഗ്രി. അപ്പൊ ആ 70 ഡിഗ്രി രണ്ട് സ്ഥലത്തും എടുക്കാം. അപ്പൊ അതിന് പ്രൊട്രാക്ടർ എടുക്കണം. പ്രൊട്രാക്ടർ എടുത്തിട്ട് സെന്റർ പോയിന്റിൽ കറക്റ്റ് ആയിട്ട് വെച്ചു. പ്രൊട്രാക്ടറിന്റെ സൈഡ് കണ്ടോ, കറക്റ്റ് ആയിട്ട് ആ ലൈനെ കൂടെ തന്നെ ഇരിക്കുന്ന പോലെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ നമുക്ക് എവിടം വരെ പോകണം, 70 ഡിഗ്രി വരെ എടുക്കണം. 70 ഡിഗ്രി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഒരു എനിക്ക് എടുത്തപ്പോ ഇത്രേ വന്നുള്ളൂ, അത് തെന്നി പോകുന്നോണ്ടാണ്. ഓക്കെ, ഒരു ആപ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ അത് നിൽക്കാത്തതാണ്. ഓക്കെ, സോ ഇത് നമ്മൾ കണക്ട് ചെയ്തു. ആൻഡ് ദെൻ അഗൈൻ ഓൺ ദി അതർ സൈഡ് വി നീഡ് അഗൈൻ 70 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് ലൈൻ കറക്റ്റ് ആയിട്ട് വെക്കണം. വെച്ചിട്ട് 70 വരെ ഇങ്ങനെ പോകണം. ഓക്കെ, 70 എടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് സൈഡിലും 70 ആയിട്ട് നമുക്കിപ്പോ ഒരു ട്രയാങ്കിള് കിട്ടിയിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്ക് ആദ്യം ചോദിച്ചിരുന്ന ഈ ഒരു ട്രയാങ്കിൾ ആണ് ഇപ്പൊ സെറ്റ് ആയിരിക്കുന്നത് ആണല്ലോ. ഇപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി ഇങ്ങോട്ടൊരു 40 ഡിഗ്രി എടുത്തിട്ട് ലൈൻ വരയ്ക്കണം. ഇപ്പുറത്തെ സൈഡിലോട്ടും 40 ഡിഗ്രി എടുത്തിട്ട് ലൈൻ വരയ്ക്കണം. അപ്പൊ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുന്നു. ആ 40 ഡിഗ്രിയുടെ ഒരു പ്രത്യേകത കണ്ടോ, പ്രൊട്രാക്ടർ ഇങ്ങനെ ചെരിച്ചു വെക്കണം, ഇപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഇങ്ങനെ ചെരിച്ചു വെച്ചു, കാരണം 40 ഡിഗ്രി ഈ ഒരു ലൈനുമായിട്ടാണ് അല്ലെ 40 ഡിഗ്രി വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് 40 വരെ, ഇതാണ് അക്യൂട്ട് ആംഗിൾ ആണ് 40 അല്ലെ. അപ്പൊ ഇവിടം വരെ മതി, ഇവിടം വരെ എടുത്തു. ആൻഡ് ദെൻ എനിക്ക് വന്നപ്പോ 41 ആയി പോയതാണ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോ ഡോണ്ട് റിപ്പീറ്റ്. കുട്ടികൾക്ക് അത് പ്രൊട്രാക്ടറിൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഞാൻ ഇവിടെ ആപ്പ് വെച്ചെടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, 40 ഡിഗ്രി അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. സി ദിസ് ടു ലൈൻസ് ആർ പാരലൽ. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വന്നോളൂ. ആൻഡ് അഗൈൻ വി നീഡ് എ 40 ഡിഗ്രി ടു ദി അതർ സൈഡ്. അപ്പൊ ശരിക്കും പറഞ്ഞ പ്രൊട്രാക്ടർ ഇങ്ങനെ ചരിച്ചു വെച്ചു. ആൻഡ് ഇവിടെ നിന്നാണ് എനിക്കിനി 40 ഡിഗ്രി എടുക്കേണ്ടത്. 40 ഡിഗ്രി അവിടെ എടുത്തു. ജന്മം ചെയ്താൽ അത് വരത്തില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ഒന്നുകിൽ 39 അല്ലെങ്കിൽ 41, അങ്ങനെ ഒന്ന് ചാടിപ്പോവും. സോ എനിവേസ് സി ദീസ് ടു ലൈൻസ് ആർ പാരലൽ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ റിക്വയർമെന്റ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മെഷേഴ്സ് എഴുതണം. ഇവിടെ 2 സെന്റിമീറ്റർ, 70 ഡിഗ്രീസ്, ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെയും ഒരു ഉള്ളിൽ ഒരു ചെറിയ 40 ഡിഗ്രി ഇരിപ്പുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ച ഫിഗറിനകത്ത് ഇതുപോലെ കൊടുക്കണം. ഇനി പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് പല രീതിയിൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു, ഞാൻ ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. എന്റെ ട്രയാങ്കിളിന്റെ ഷേപ്പ് എങ്ങനെ ആയാലും കുഴപ്പമില്ല. എങ്ങനത്തെ ട്രയാങ്കിൾ ഞാൻ വരച്ചാലും ആംഗിൾസ്, ഇതിന്റെ അകത്തുള്ള ആംഗിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 180 നിൽക്കുള്ളൂ. ഉറപ്പായിട്ടും അത് 180 നിൽക്കുള്ളൂ. ഞാനിപ്പോ ഇതൊരു 60 ഡിഗ്രി എടുത്തു, ഇതൊരു 40 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. 60 + 40 100. അപ്പൊ ഉറപ്പായിട്ട് ഇപ്പുറത്തെ ആൾ 80 ആയിരിക്കും. അതങ്ങനെ വരുവുള്ളൂ. ആൻഡ്
ഇവിടെ ഇത് കാണുമ്പോൾ ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ അല്ലേ, മോർ ദാൻ 90 ഇല്ലേ. ഞാനിപ്പോ ഇവിടെ ഒരു 110 എടുത്തെന്ന് വിചാരിച്ചു. 110 അവിടെ കൊടുത്തു. ഇവിടെ ഞാൻ ഒരു 30 കൊടുത്തു. അപ്പൊ 110ഉം 30യും കൂടി ആഡ് ചെയ്യുമ്പോൾ 140 കഴിഞ്ഞ് 180 ആവാൻ ഒരു 40 കുറവുണ്ട്. ആ 40 ആയിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതാണ് പറയുന്നത് ട്രയാങ്കിൾസ് ആംഗിൾസ് ഓഫ് all the internal angles of a triangle add up to 180 in all the triangles. എല്ലാ ട്രയാങ്കിളിലും അതിന്റെ ഷേപ്പ് ഒരു പ്രശ്നമേ അല്ല, എല്ലാ ട്രയാങ്കിളിലും അത് 180 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനും ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. അപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ ബേസിലുണ്ട്, ഇവിടെ ഒരു 40 ഇവിടെ ഒരു 60 എന്നാണ് തന്നേക്കുന്നത്. ഇതിങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ 60 ഒക്കെ മുകളിൽ പ്രൊട്രാക്ടർ ചരിച്ച് വെച്ചിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതർവൈസ് നമുക്കൊരു ഈസി മെത്തേഡും കൂടി നോക്കാം. ഇവിടെ 60യും ഇവിടെ 40യും ആണെന്ന് വിചാരിച്ചോ, ആണല്ലോ തന്നിരിക്കുന്നത്, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 60യും 40യും കൂടി ആഡ് ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. അപ്പൊ 180 മൈനസ് 100 ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 80 ആണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഒന്നും കൂടി എളുപ്പമായി. ബേസിൽ 5 സെന്റിമീറ്റർ കൊടുക്കണം. അപ്പോ നമുക്കൊരു 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. ബേസിൽ 5 സെന്റിമീറ്റർ എടുത്തു. ആൻഡ് ഇനി വേണ്ടത് ഒരു 40 ലെഫ്റ്റ് സൈഡിൽ വേണം. അപ്പോ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കണം. ഇത് ലെഫ്റ്റ് സൈഡിൽ അല്ലേ, ലെഫ്റ്റ് സൈഡിൽ 40 വേണം. ഇവിടെ സെന്റർ കറക്റ്റ് ആയിട്ട് വെച്ചു, ലൈൻ കറക്റ്റ് ആയിട്ട് സെൻട്രൽ ലൈൻ ബേസ് ലൈനിൽ നിൽക്കുന്ന മാതിരി. ഇനി ഒരു 40 വേണ്ടത്. ഇപ്പൊ 40 അവിടെ പോയിട്ട് മാർക്ക് ചെയ്തു. ആൻഡ് ഇനി അത് നമുക്ക് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. അത് വരച്ചു. ഇനി അടുത്ത എന്താ വേണ്ടത്, റൈറ്റ് സൈഡിൽ ഒരു 80 വേണം. അപ്പൊ പ്രൊട്രാക്ടർ വീണ്ടും എടുക്കുന്നു, റൈറ്റ് സൈഡിലോട്ട് വരുന്നു. ഇവിടെ നമ്മൾ ലൈൻ കറക്റ്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടത് 80 എടുക്കുന്നു. ഇതിനകത്ത് ഒരു പ്രശ്നം നമുക്ക് തോന്നും, ഇതെന്താ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ. 80 ആണ് കേട്ടോ വേണ്ടത്. ഓക്കെ, ആൻഡ് 80 എടുത്തു. ആൻഡ് ഇപ്പൊ അത് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അപ്പൊ നമുക്കത് കറക്റ്റ് ലൈക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ഈ ലൈൻ ഇപ്പം അവിടെ ടച്ച് ചെയ്തിട്ടില്ല, അപ്പൊ ഒരു ട്രയാങ്കിൾ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ട്രയാങ്കിൾ ആക്കാൻ വേണ്ടി ഇതൊന്ന് അങ്ങ് നീട്ടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ട്രയാങ്കിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ചോദിച്ച അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് വന്ന ട്രയാങ്കിളിനകത്ത് ആ 80 ഒന്നും കാണുന്നില്ലായിരുന്നു. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതാണ് ഈ അറ്റത്ത് 80 ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ വരച്ചു. The figure shows a triangle drawn in a rectangle. Calculate the angles of the triangle. ഒരു റെക്ടാങ്കിളിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ അകത്തുള്ള ആംഗിൾസ് ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് റെക്ടാങ്കിളിന്റെ ആംഗിൾസ് എത്രയാ? ശരിക്കും പറഞ്ഞാൽ എല്ലാ ആംഗിളും 90 അല്ലെ. 90 എന്നുള്ളതിന് ഒരു സിമ്പിൾ ഉണ്ട് മാത്സിൽ, ഇങ്ങനെ കാണിച്ചാൽ അതിന്റെ അർത്ഥം അത് 90 ആണെന്നാ. അപ്പൊ ഇവിടെ ഉണ്ട് 90. അതിൽ 25 ഇവിടെ തീർന്നു. അപ്പൊ ബാക്കിയുള്ളത് എത്രയാ? 90 മൈനസ് 25 ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇവിടെ 5 വന്നു. ആൻഡ് ഇവിടെ 3 ഓക്കെ 65 എന്ന് വരും. അപ്പൊ 65 ആണ് ഇവിടെയുള്ള ആംഗിൾ എന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഒരു 40 ഉണ്ട്. അപ്പൊ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 90 അല്ലേ. അപ്പൊ 90 മൈനസ് 40 അതായത് 50 എന്ന് വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, ഈ ഒരു ട്രയാങ്കിളിന്റെ അകത്തുള്ള ആംഗിൾസ് എല്ലാം നമുക്ക് കിട്ടിയോ? ഇല്ല. ഒരു 65ഉം ഒരു 50യും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോർണറിലുള്ള ആംഗിൾ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ 65 50 ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്യാം, 115 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇനി 180 ആണല്ലോ, ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അതിൽ 115 ഇപ്പൊ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പൊ 65 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 65 ആണ്. അപ്പൊ ഇതാണ് ട്രയാങ്കിളിന്റെ അകത്തുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. ഇവിടെ ഈ ഫിഗറിന് ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. ഇവിടെ ടോപ്പിലും ബോട്ടത്തിലും ഒരേ ഫിഗർ തന്നെയാണ് കേട്ടോ, ഞാനൊരു കോപ്പി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ടോപ്പിലും ബോട്ടത്തിലുള്ള ലൈൻസ് പാരലൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ. ഇവിടെ ബോട്ടം ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൽ 35ഉം 45ഉം അവർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇവിടെ 35 എന്നും തന്നിട്ടുണ്ട്. ആൻഡ് ദി അതർ വൺ 45 എന്നും തന്നിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാനാ പറയുന്നത്, ഈ ഇരിക്കുന്ന ആംഗിൾ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 35ഉം 45ഉം കൂടി ആഡ് ചെയ്യണം. അപ്പൊ 80 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് 80 പോരല്ലോ, ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെന്നല്ലേ. അപ്പൊ 180 മൈനസ് 80 അതായത് 100 ആണ് ഇവിടെ ഇരിക്കുന്നത്.
കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ. അപ്പൊ മുകളിലുള്ള ട്രയാങ്കിളിനകത്ത് ആംഗിൾസും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 100 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോപ്പില് ഇവിടെയും 100 ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പഠിച്ചായിരുന്നു വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ആൻഡ് ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഇട്ടുണ്ട്. ഈ ലൈനും പാരലൽ ആണ്. ആ പാരലൽ ലൈനിനെ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലൈക്ക് ട്രാൻസ്വേഴ്സിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ട്രാൻസ്വേഴ്സിൽ. ആ ട്രാൻസ്വേഴ്സിൽ ഫോം ചെയ്തിരിക്കുന്ന ഇവിടെ 35 കാണുന്നില്ലേ, ഇത് 35 ഇപ്പുറത്തുണ്ടാവും. കണ്ടോ, 35. ഓക്കെ, അപ്പൊ തെറ്റിപ്പോകരുത്. ഇവിടെയല്ല കേട്ടോ 35 വരുന്നത്, ഇവിടെയാണ് 35 വരുന്നത്. കാരണം ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ലൈക്ക് പാരലൽ ലൈൻസിന്റെ കേസിൽ ഈ ഒരു ഇത്രയും പോർഷനേ ഉള്ളൂ, ഇങ്ങനെ ആലോചിക്കാവുള്ളൂ. മറ്റേ ലൈൻ വേറെ രീതിയിലാണ് ട്രാൻസ്വേഴ്സിൽ. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 35 വന്നിരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് എന്ന് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ 35 ഉണ്ട് ആൻഡ് ദ അതർ വൺ 45 അല്ലേ, അത് ഉറപ്പാണല്ലോ. ഒന്ന് 100ഉം മറ്റേത് 35 ആണെങ്കിൽ ഇപ്പൊ ഉറപ്പായിട്ടും 45 ഉണ്ടായിരിക്കും. The left and right sides of the large triangle are parallel to the left and right sides of the small triangles. അപ്പൊ ലെഫ്റ്റ്, ഈ ലെഫ്റ്റിൽ ഉള്ള സൈഡും ഈ ഒരു സൈഡും പിന്നെ ഈ സൈഡും പാരലൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ, മനസ്സിലായായിരുന്നോ? ഈ രണ്ട് സൈഡ്സും ആണ് പാരലൽ. ഞാൻ കുറച്ചും കൂടി തിക്ക് ആയിട്ട് വരയ്ക്കാൻ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സൈഡും ആണ് പാരലൽ. ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് സൈഡിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആണെന്നല്ലേ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ പാരലൽ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ്. അപ്പൊ റൈറ്റ് സൈഡിലുള്ളതോ ഈ ഒരു ലൈനും ദിസ് ലൈൻ ഈസ് പാരലൽ ടു, ഒരേ കളർ കൊടുക്കാം കേട്ടോ, അതെ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. ദിസ് ഇസ് പാരലൽ ടു ദിസ് ലൈൻ. സി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ടോ കാൽക്കുലേറ്റ് ദ അതർ ടു ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ലാർജ് ട്രയാങ്കിളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു പോർഷൻ ഇപ്പൊ തൽക്കാലം ഇല്ല എന്ന് വിചാരിച്ചേക്കാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനി കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ ഒരു വലിയ പോർഷൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ആലോചിച്ചിട്ട് പ്രശ്നം വരണ്ട. നമുക്ക് തൽക്കാലം അത് ഇല്ല എന്ന് വിചാരിച്ച് ഒന്ന് മായ്ച്ചു കളയാം. അപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിക്കാമേ. ഓക്കെ, ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഈ രണ്ട് റെഡ് ലൈൻസും പാരലൽ ആണ്. അതിന് ട്രാൻസ്വേഴ്സിലാണല്ലോ ഈ പോയിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്വേഴ്സിലും പാരലൽ ലൈൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഇപ്പൊ ഈ ലൈൻ ആലോചിച്ച് ഇനി ആരും കൺഫ്യൂഷൻ അടിക്കണ്ട. ഈ ഒരു സൈഡ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. ഓക്കെ, കാരണം എല്ലാ ലൈനും കൂടി ഒന്നിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് കൺഫ്യൂഷൻസ് വരുന്നത്. ആക്ച്വലി ഇവിടുത്തെ പാരലൽ ലൈൻ എന്ന് പറയുന്നത് ഈ റെഡ് കളേർഡ് ലൈൻസ് പാരലൽ ആണ്, ഒരു ട്രാൻസ്വേഴ്സിൽ ബ്ലാക്ക് കളറിലും ഉണ്ട്. അപ്പൊ ഇവിടെ 70 ഡിഗ്രി ഉണ്ട് അല്ലെ. ഈ ട്രാൻസ്വേഴ്സിന്റെയും ഈ പാരലൽ ലൈനിന്റെ ഇടയിൽ 70 ഉണ്ട്, സ്മോളർ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെയും 70 ഡിഗ്രി ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ശരിക്കുള്ള ഫിഗറിനകത്ത് എന്തൊക്കെയാണ് എക്സ്ട്രാ, അവിടെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്തേക്കാം. ആക്ച്വലി ഇതിലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, നമ്മളത് മായ്ച്ചു കളഞ്ഞതാണ്. ആൻഡ് ഈ ലൈനിൽ ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ടായിരുന്നു അല്ലെ, ഈ ക്വസ്റ്റിനകത്ത് കണ്ടു ഇവിടെ 60. അപ്പൊ ഇനി ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിളിനകത്ത് ഇവിടെ 70 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. അപ്പോ 70യും 60യും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 130 കിട്ടി അല്ലേ. അപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയാൻ 180 ഡിഗ്രി വരണം എന്നാണ്. 180യിൽ നിന്നും 130 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ 50 ആണ്, മനസ്സിലാവും. അപ്പൊ ആദ്യം അവരതാ ചോദിച്ചിരുന്നത്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലാർജ് ട്രയാങ്കിളിനകത്ത് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് സ്മോളർ ട്രയാങ്കിളിനകത്തെ ആംഗിൾസും കൂടി കണ്ടുപിടിക്കണം. സ്മോളർ ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഈ ലൈനിന്റെ ഇതൊരൊറ്റ ലൈനിന്റെ പുറത്താണ് ഈ 3 ആംഗിൾസും വന്നേക്കുന്നത്. ഇവിടെ പ്രൊട്രാക്ടർ ഇരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയാല് മാക്സിമം ആംഗിൾ എത്രയാ? 180. അപ്പൊ എന്ന് വെച്ചാൽ ഈ 3 ആംഗിൾസും ആഡ് ചെയ്താൽ 180 കിട്ടണം എന്നാണ് മീനിങ്. ഇവിടെ 60 ഉണ്ട്, 70 ഉണ്ട്. 60 + 70 130. സോ 180 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 50 ഡിഗ്രി ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഫിഗറിലോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കോർണറിലുള്ള ആംഗിൾ ആണ് കേട്ടോ. ഈ കോർണറിലുള്ള ആംഗിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് രണ്ടുപേര് പാരലൽ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് അങ്ങ് മായ്ച്ചു കളഞ്ഞായിരുന്നു. കൺഫ്യൂഷൻ കൂടാതിരിക്കാൻ വേണ്ടി മായ്ച്ചു കളഞ്ഞായിരുന്നു. ഇതാണ് നമ്മളുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വേറൊരു പാരലൽ ലൈൻ. അപ്പൊ ഇനി നമ്മൾ ആ ഒരു പാരലൽ ലൈനെ പറ്റി ആലോചിക്കാൻ പോവാണ്. അപ്പൊ ഈ ഇപ്പോഴത്തെ പാരലൽ ലൈൻ തൽക്കാലത്തേക്ക് മറക്കാം.
തൽക്കാലത്തേക്ക് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മറക്കുന്നതാണ് നല്ലത്. ഈ ലൈൻ ഒന്നും ഇപ്പൊ ഇതിനകത്ത് പെട്ടിട്ടില്ല. പാരലൽ ലൈൻസ് ഇപ്പൊ ആരാന്ന് ചോദിച്ചാൽ ഈ രണ്ട് ബ്ലാക്ക് കളേർഡ് ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. ഈ റെഡ് കളേർഡ് ലൈൻ ആണ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ ആണല്ലോ. ട്രാൻസ്വേഴ്സില് രണ്ട് പാരലൽ ലൈൻ, ഇവിടെ ഒരു 70 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെയും 70 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 70 ഡിഗ്രി ഉണ്ട്. ഓൾറെഡി നമുക്ക് ഇവിടത്തെ ആംഗിളിനെ കിട്ടിയായിരുന്നു അല്ലെ മുമ്പ് 50 ഡിഗ്രി. അത് ഞാൻ എഴുതാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇവിടെ 50 ആണ്. ഇവിടുത്തെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡിലെ ട്രയാംഗിളിലോട്ട് നോക്കിക്കേ. ഇവിടെ 50 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. വീണ്ടും 50യും ഓക്കെ 50 ആൻഡ് 70 അല്ല കിട്ടിയിരിക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120. 120 ഇനി 180 ആവണമെങ്കിൽ ഒരു 60 കൂടി ഇവിടെ കൊടുക്കണം. സോ എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. രണ്ട് ട്രയാംഗിളിനകത്ത് എല്ലാ ആംഗിൾസും ഇപ്പോൾ സെറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാം ആണ് അത്രയും പുറത്തു കൂടെ ഉള്ളത്. അതിന്റെ അകത്ത് ഒരു ട്രയാംഗിൾ ഇരിപ്പുണ്ട്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ. ഈ ട്രയാംഗിളിനകത്തുള്ള ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഈ കോർണറിൽ ഒരു 110 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആവണം. 110 കിട്ടണം. പക്ഷെ അവര് ക്വസ്റ്റ്യന്റെ അകത്ത് ഇവിടെ ഒരു 60 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 110 കിട്ടണം അല്ലെ. ഇവിടുത്തെ മൊത്തത്തിൽ ആംഗിൾ നോക്കിയാൽ 110 കിട്ടണമെങ്കിൽ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ആ കുഞ്ഞി ആംഗിൾ, അതായത് ട്രയാംഗിളിന്റെ അകത്ത് വന്നിരിക്കുന്ന പോർഷൻ കേട്ടോ, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 110 മൈനസ് 60 ചെയ്താൽ മതി. 110 മൈനസ് 60 ചെയ്യുമ്പോൾ 50 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇപ്പൊ നോക്കിക്കേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ 110, ഇവിടെയും 110 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ adjacent angles of a parallelogram, അടുത്തടുത്തുള്ള പാരലോഗ്രാമിന്റെ അടുത്തടുത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ 180. അപ്പൊ ഇവിടെ 110 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ വേണ്ടത് 70 ഡിഗ്രി ഈ സൈഡിൽ വേണ്ടത്. ഇവിടെ ഇപ്പൊ ഓൾറെഡി ക്വസ്റ്റിനകത്ത് അവിടെ ഒരു 30 ഡിഗ്രി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ 30 ഡിഗ്രി പോലെ എനിക്ക് 70 ഡിഗ്രി വേണമായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ഇവിടെ ഇരിക്കുന്നയാളോ ഇത് 40 ആണ്. 40 പ്ലസ് 30 ആണ് 70 അല്ലേ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ 70യിൽ നിന്നും 30 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 40 കിട്ടി. അങ്ങനെയും ആലോചിക്കാം. ഇപ്പൊ ഇനി ആ ട്രയാംഗിളിനകത്തോട്ട് ശ്രദ്ധിച്ചു നോക്കാം. ഈ ട്രയാംഗിളിനകത്തുള്ള ആംഗിൾസ് ആണ് ശരിക്കും ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതിൽ രണ്ട് ആംഗിൾസ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം 40 ഡിഗ്രി ആൻഡ് ദി അതർ വൺ 50 ഡിഗ്രി. അപ്പൊ 40 പ്ലസ് 50 90 ആണല്ലോ. അപ്പൊ 180 അല്ലേ ടോട്ടൽ ആംഗിൾസ് വേണ്ടത്. 90 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് കിട്ടും. കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.